ഹായ് ഹായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ പേര് സൗമ്യ എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഉലുവയാണ്. ഉലുവ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉലുവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. വറുത്ത് നന്നായിട്ട് എടുക്കുക. ജസ്റ്റ് വെറുതെ ഒന്ന് വറുത്തെടുക്കുക. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. നമുക്ക് ഇനി വേണ്ടത് വാളംപുളിയാണ്. വാളംപുളി വെള്ളത്തിൽ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് വറ്റൽമുളക്, പിന്നെ വേപ്പില, കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിളാണ് ആവശ്യമുള്ളത്. പിന്നെ തക്കാളി, വെണ്ടയ്ക്ക ഞാൻ ഇത് ലാസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്കയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ എന്താ പറയുക, പരിപ്പ് നന്നായിട്ട് വെള്ളത്തിലിട്ടതാണ്, കുതിർത്തെടുത്തതാണ്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതുപോലെ തന്നെ അടുത്തത് കായമാണ് വേണ്ടത്. പിന്നെ നമുക്ക് മുളക് പൊടിയാണ് ആവശ്യത്തിന് വേണ്ടത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേണം. കുറച്ചുള്ളൂ എന്ന് വിചാരിക്കരുത്, ഞാൻ ആവശ്യത്തിന് ഇപ്പോൾ എടുത്ത് വെച്ചെന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, ഉപ്പാണ് പിന്നെ വേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് കടുക് വേണം, വെളിച്ചെണ്ണ വേണം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ നമ്മുടെ കുക്കറാണ്. ഞാൻ കുക്കറിലാണ് ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പി വേറെ ഒന്നുമല്ല, സാമ്പാറാണ്. ഓക്കെ, അപ്പോൾ ഈ കഴുകി വെച്ച നമ്മുടെ തുവരപ്പരിപ്പ് ആടയാണ് ആവശ്യത്തിന്. തുവരപ്പരിപ്പ് അല്ലെങ്കിൽ ചെറിയ പരിപ്പുണ്ടല്ലോ, അതാണ് ആവശ്യത്തിന് നമ്മളിടാണ് കുക്കറിലേക്ക്. കഴുകി വെച്ച കുക്കറിലേക്ക് ആവശ്യത്തിന് പരിപ്പ് നമ്മളിടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇടണുള്ളൂ, അനാവശ്യത്തിന് ഇടണില്ല. അപ്പോൾ കൈയളവാണ് കേട്ടോ ഒക്കെ, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇത് പറയാൻ പറ്റാത്തത്. ഇതിലേക്ക് 1.5 കപ്പ്, ഈ ചെറിയ കപ്പാണ്, 1.5 കപ്പ് വെള്ളമാണ്. അതായത് ഈ പരിപ്പ് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, മുങ്ങി കിടക്കുന്ന രീതിയിൽ. അതിലേക്ക് അല്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ചെറിയ രീതിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഒഴിക്കണതെന്ന് പറഞ്ഞാൽ നമുക്ക് പരിപ്പൊക്കെ വെന്ത് കിട്ടാനായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ അതായത് നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ അഥവാ നമ്മൾ തലേ ദിവസം കുതിർത്തിടാനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ, പയറൊക്കെ കടലൊക്കെ കുതിർത്തിടാൻ മറന്നു പോവുകയാണെങ്കിൽ ഇങ്ങനൊരു ടിപ്പ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ വെക്കണ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ചതാ. ഒരു വിസിൽ കഴിഞ്ഞു. 1-2 വിസിൽ, രണ്ടാമത്തെ വിസിലാണ്. 1-2 വിസിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. 3 വിസിൽ, മാക്സിമം 3 വിസിലാണ് ഞാൻ പരിപ്പ് വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ ഇതാ ഇവിടെ വേവാനായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ ഇത് തീ നന്നായിട്ട് ഓഫ് ചെയ്യണം, മാറ്റി വെക്കണം. ഇത് കുറച്ച് ഉലുവയാണ് കേട്ടോ. ഉലുവ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, അതെടുത്ത് ഒന്ന് മിക്സിയിലൊന്ന് കറക്കി വെക്കാനാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് നമ്മളിതാ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ വിസിലൊക്കെ മാറി കുക്കറൊന്ന് ഫ്രീ ആയപ്പോൾ നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് കുക്കർ തുറക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. വിസിൽ പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ കാത്തിരുന്നിട്ട് വേണം നമ്മൾ കുക്കറൊന്ന് തുറന്നു കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പരിപ്പ് മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ പരിപ്പ് ചാറോട് കൂടി മാറ്റി വയ്ക്കുകയാണ്. നമുക്കിത് ആവശ്യം വരും. നമ്മൾ പതുക്കെ ഇത് പറയാം കേട്ടോ, എന്തിനാണത് മാറ്റി വെക്കണേന്ന്. ഈ സാമ്പാർ ഉണ്ടാക്കണവർക്ക് അറിയാൻ പറ്റും. ഇതിലേക്ക് ഈ പരിപ്പ് വേവിച്ചതിലേക്കാണ് നമ്മൾ നുറുക്കി വെച്ച, അതായത് ഇതൊക്കെ കളഞ്ഞ് നമ്മുടെ പച്ചക്കറി കഴുകി വൃത്തിയാക്കിയ പച്ചക്കറി ആഡ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പച്ചക്കറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളത് എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തത് കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ എനിക്ക് കുക്കർ എടുക്കാനുള്ള ശക്തി ഇപ്പോൾ ഇല്ല, കാരണം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇളക്കി വന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുകയാണ് കേട്ടോ. വെയിറ്റ് എടുക്കുമ്പോൾ നല്ലോണം വയറിന് നല്ല വേദന വരുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റാത്ത ആറുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇളക്കണത്. നിങ്ങൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ചെയ്തോളൂ. പിന്നെ ഈ വെജിറ്റബിളിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും മല്ലിപ്പൊടിയും കൂടി ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കൊന്ന് ഇതൊന്ന് ലോക്ക് ചെയ്യണം, കുക്കറൊന്ന് ലോക്ക് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചുമ വരുന്നുണ്ട്. കുക്കറൊന്ന് ലോക്ക് ചെയ്ത് ജസ്റ്റ് വിസിൽ വരണക്കാലും മുമ്പ് ഞാനത് ഓണാക്കിയിട്ടുണ്ട്. ഭയങ്കര ചുമ വരുന്നുണ്ട് കേട്ടോ, എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. അപ്പോൾ വിസിൽ വരണക്കാലും മുമ്പ് ഞാൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് വെയിറ്റ് ചെയ്ത് കുക്കർ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് തുറന്നെടുത്തത് കേട്ടോ. അപ്പോൾ അപ്പോൾ അങ്ങനെ കേട്ടോ. എന്നിട്ടിത് നമ്മൾ വീണ്ടും തീ കത്തിച്ചു. എന്നിട്ട് ഇതിലേക്കാണ് നമ്മുടെ അരിഞ്ഞ് വെച്ച ബാക്കിയുള്ള നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കും നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തക്കാളി ഒന്ന് വെന്താലും കുഴപ്പമില്ല. എന്നാൽ സമയം നമ്മുടെ ഈ വെണ്ടയ്ക്ക കുഴന്ന് ആവാണ്ടിരിക്കാനും വേണം. അപ്പം ഞാൻ ഇങ്ങനെ വേവിക്കണത് കുക്കർ ലോക്ക് ചെയ്തിട്ടില്ല, കാണാലോ അല്ലേ. പതുക്കെ അതിൻ്റെ മൂടി പതുക്കെ മേളിൽ വെച്ചിട്ടുള്ളൂ. ഒന്ന് തള വരുമ്പോൾ നമുക്ക് അത്രേ ഉള്ളൂ. ഇപ്പം ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള പച്ചക്കറി എടുത്ത് ഞാൻ മാറ്റാണ്. അപ്പോൾ ഞാൻ ഈ വെണ്ടയ്ക്ക് മുരിങ്ങക്കോലും ഒഴിച്ച്, പിന്നെ പയർ വേണമെങ്കിൽ പയർ ചേർക്കണ്ട കേട്ടോ. ബാക്കിയുള്ള കഷ്ണങ്ങൾ നമ്മൾ എടുക്കുകയാണ്. അതായത് ഉദാഹരണത്തിന് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കായ, അതുപോലെ തന്നെ ചേന, ചേമ്പ്, അങ്ങനെയുള്ള ഇങ്ങനെ കുഴന്നുള്ള പച്ചക്കറികളുണ്ടല്ലോ, പെട്ടെന്ന് ഉടയണത്, അങ്ങനെയുള്ള പച്ചക്കറികൾ നമ്മൾ മാറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മാറ്റി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ പരിപ്പുണ്ടല്ലോ, പരിപ്പ് ചെറിയ മിക്സി ജാറിൽ ഞാൻ ഇടാണ് കേട്ടോ. നിങ്ങൾക്ക് മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ആ പരിപ്പ് മാറ്റി വെച്ച പരിപ്പ് നമ്മുടെ ചൂടാറിയ വെജിറ്റബിളും കൂടി ഇട്ടിട്ട് ഇത് രണ്ടും ചൂടാറണം കേട്ടോ, നല്ലതുപോലെ ചൂടാറണം. എന്നിട്ട് വേണം അതിൽ മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരണം. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാം. അപ്പോൾ കറക്കി കഴിയുമ്പോൾ ഇങ്ങനൊരു പേസ്റ്റ് രൂപം കിട്ടും. ഈ പേസ്റ്റ് രൂപമാണ് ഇതിന് ചാറായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ കഷ്ണങ്ങളിൽ ആഡ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ഈ കുക്കറിലേക്ക് അങ്ങനെ തന്നെ ഇടാണ് കേട്ടോ. കുക്കറിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ ആവശ്യത്തിന് നമ്മുടെ സാമ്പാറിന് കൊഴുപ്പ് കിട്ടും, കുഴന്നുള്ള കൊഴുപ്പ് കിട്ടും. ഓക്കെ, അങ്ങനെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറുകി കിട്ടും, അതായത് സാമ്പാർ നന്നായിട്ട് കുറുകി കിട്ടും, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കഷ്ണങ്ങൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം, കുറുകിയ സാമ്പാർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊന്ന് പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കഷ്ണങ്ങൾ തന്നെ ഉടക്കേണ്ടി വരും കേട്ടോ. ടീസ്പൂൺ വെച്ചിട്ട് തന്നെ ഉടക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ മറ്റേ കല്ലുണ്ടല്ലോ അതിൽ വെച്ചൊന്ന് ഒടിച്ചാലും മതി. ഞാൻ വെറുതെ ടിപ്പൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഇതിലേക്ക് ഈ വേവിച്ച് വെച്ച പച്ചക്കറിയിലേക്ക് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കണത്. അപ്പോൾ എൻ്റെ വാളംപുളി തീർന്നു, കയ്യിലുണ്ടായ വാളംപുളി തീർന്നു. ഇത് കടയിൽ നിന്ന് മേടിച്ച വാളംപുളിയാണ്, അതുകൊണ്ടാണ് അരിപ്പ് ഉപയോഗിച്ച് അരച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ കരടൊക്കെ ഉണ്ട്, കരടില്ലാണ്ട് എടുക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് അതായത് അത് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. വേറൊരു ചീഞ്ചട്ടി എടുക്കുക, അടുപ്പത്ത് വെക്കുക, നമ്മുടെ ഗ്യാസ് ഒന്ന് ഓണാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ കടുകിടാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ചുവന്നുള്ളി ഇടുക, അതായത് ഉള്ളി ഇടുക, ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരെ ഒന്ന് ക്ഷമിക്കുക. ഇതിന് ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പിടാം കേട്ടോ, പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ടൊന്ന് ഉപ്പിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് പുതിയ ആൾക്കാർക്ക്, ചിലവർക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇത് മൂത്ത് വരുമ്പോൾ ഇപ്പോൾ നല്ലൊരു മണം കിട്ടും. മൂത്ത് വരുമ്പോൾ
ഞാനിപ്പോൾ കയ്യിലൊന്ന് മാറ്റിയിട്ടുണ്ട്. മൂത്ത് വരുമ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് കൊടുക്കുക. എന്ന് നമ്മുടെ ഉള്ളി ഒന്ന് സൈഡിലേക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ വറ്റൽമുളക് ഇടാനാണ് പോകുന്നത്. വറ്റൽമുളക് ഒന്ന് പിച്ച് കീറിയിട്ട് വറ്റൽമുളക് 2-3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ തണ്ടോട് കൂടിയാണ് ഞാൻ വറ്റൽമുളക് ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വേപ്പില ഒന്ന് മുറിച്ചിട്ട് ഇടണം. കണ്ടോ, വേപ്പില ഒന്ന് മുറിച്ചിടാം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ സാധാ മുളക് പൊടിയും കൂടി ഇടാം. ഇതിലിവിടെ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടില്ല. നമുക്ക് സാമ്പാറിന് കളർ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ എരിവിന് ഞാൻ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിച്ചേക്കണത്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് എനിക്ക് ഉലുവപ്പൊടി കിട്ടിയില്ല. നമ്മൾ തന്നെ വീട്ടിൽ ജസ്റ്റ് നേരത്തെ കണ്ടുല്ലോ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നു. പിന്നെ നേരത്തെ നമ്മൾ സാമ്പാറിൻ്റെ ഇത് വെച്ചുല്ലോ. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ ഇച്ചിരി കായം ഇട്ടിട്ടുണ്ട്. കായപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. അപ്പോൾ കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും മാറ്റി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഉലുവപ്പൊടി എൻ്റെ ജസ്റ്റ് ഒന്ന് ഇതായിട്ടുള്ളൂ കേട്ടോ, ഒന്നും പൊടിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ശരിക്കും പൊടിയണം. ഓക്കെ, ഒന്നും പൊടിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഇച്ചിരി ചൂടാക്കിയിട്ടും കറണ്ട് പോയാറുണ്ടോയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരാം. പിന്നെ ഇത് മുഴുവനായിട്ടും ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഉലുവ മുഴുവനായിട്ട് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് സാമ്പാർ അല്ലാണ്ട് ഇരിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചുവന്ന കളറ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്യേണ്ടുള്ളൂ. കാശ്മീരി മുളക് പൊടി ഇടാം. ഇപ്പം ഇങ്ങനെ ഒരു കളറാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത് ശർക്കരയാണ്. മധുരത്തിന് വേണ്ടിയിട്ടാണ് ശർക്കര ഇടുന്നത്. അപ്പോൾ ഉപ്പും മുളകും എരിവും മധുരമൊക്കെ കൂടിയിട്ടൊരു കറിയാണ് നമ്മുടെ സാമ്പാറാണ്. അപ്പോൾ നമ്മൾ അതും വറുത്തരിക്കാത്ത സാമ്പാറാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഞാൻ ഇച്ചിരി മല്ലിയിലയും കൂടി ആഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇച്ചിരി മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നല്ല കളർഫുൾ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി മല്ലിയില എടുത്തിട്ടുണ്ട്, മല്ലിയിലയും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. ഒന്ന് മൂടി വെക്കുക. കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേണം കേട്ടോ തുറക്കാനായിട്ട്. നല്ലൊരു മണം വരും കേട്ടോ, ഒരു സാമ്പാറിൻ്റെതായിട്ടുള്ള ഒരു മണം വരും. അപ്പം നമുക്കിത് ഒന്ന് ഇങ്ങനെ കണ്ടാൽ മാത്രം പോരല്ലോ, ഇതൊരു സർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റണം അല്ലേ. അപ്പോൾ വേറൊരു പാത്രത്തിൽ നമുക്കൊന്ന് മാറ്റാം. എങ്ങനെയാണെന്ന് നോക്കാം. കണ്ട, അപ്പോൾ ഇതാണ് നമ്മുടെ കളർ കേട്ടോ, സാമ്പാറിൻ്റെ കളറ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ കളറല്ല വേണ്ടത്, അല്ലെങ്കിൽ നല്ല ചുമന്ന കളർ വേണമെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഇടാനായിട്ടും കൂടി ഓർമ്മപ്പെടുത്തണം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, വേറൊരു കളറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതാനായിട്ട് മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.